നോക്കാം. Question നോക്കാം. It is found experimentally that 13.6 electron volt energy is required to separate hydrogen atom into a proton and an electron. അതായത് നമുക്കറിയാം ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പ്രോട്ടോണും ഉണ്ട്, ഒരു ഇലക്ട്രോണും ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ പ്രോട്ടോണിനെ ഇലക്ട്രോണിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ് 13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ. അതായത് അവിടെ ഉണ്ടാകുന്ന ആ ഇലക്ട്രോണുള്ള ടോട്ടൽ എനർജിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിലുള്ള എനർജിയാണ് എന്ത് -13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന എനർജി. ഓക്കെ, അത്ര എനർജി അവനുണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി എന്താണ്? -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് ടോട്ടൽ എനർജി. അപ്പോൾ നമുക്കത് സൈഡിൽ വേണ്ടി എഴുതാം. ടോട്ടൽ എനർജി = എന്താണ്? 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ടോട്ടൽ എനർജി ആവേണ്ടത് എന്താണ്? -1. അത് ക്വസ്റ്റ്യൻ അവർ തരേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞെഴുതേണ്ടതാണ്. ഇനി കമ്പ്യൂട്ട് ദ ഓർബിറ്റൽ റേഡിയസ് ആൻഡ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റം. എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ റേഡിയസും കണ്ടുപിടിക്കണം, വെലോസിറ്റി ഓഫ് ഇലക്ട്രോണും കണ്ടുപിടിക്കണം. ഇത് രണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എനർജിയും റേഡിയസ് ആയിട്ടുള്ള റിലേഷൻ നമുക്കറിയാം. ഇന്നലെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും അതേപോലെ ടോട്ടൽ എനർജിയുടെയും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓൾറെഡി ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ E = എന്തായിരുന്നു? ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ E എന്ന് ഉദ്ദേശിക്കുന്ന എനർജിയാണ്. E = -E²/8πε0r. അത് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്തതാണ് അല്ലേ? നമ്മൾ ഇന്നലെ എഴുതിയിട്ടുണ്ട്. അത് ടോട്ടൽ എനർജിയും എല്ലാം എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈയുടെ ഇക്വേഷൻ E = എന്താ? E²-E²/8πε0r. അപ്പോൾ ഈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? -13.6 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ E² എന്തുവാ? ഈ സ്മോൾ എന്തുവാ? ഇലക്ട്രോണിൻ്റെ ചാർജ്. അത് 1.6 × 10⁻⁹ ആണ്. പിന്നെ 8ന് വാല്യൂ ഉണ്ട്, പൈയുടെ വാല്യൂ അറിയാം, ε0യുടെ വാല്യൂ അറിയാം, ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആറാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണല്ലോ പറയുന്നത്. അതെന്തോ ഓർബിറ്റൽ റേഡിയസ് ഉദ്ദേശിക്കുന്നത് ആറ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവനറിയാം, ഇവരെല്ലാവരും അറിയാം, ഇവനെ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഇവന് വേണ്ടി ഇക്വേഷൻ ഉണ്ടാക്കിയാൽ പോരെ. അതിന് മുന്നേ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ ചെയ്യുമ്പോൾ ഈ എനർജി എന്ന സംഭവം എന്തിലായിരിക്കണം? SI യൂണിറ്റിലായിരിക്കണം, ജൂളിലായിരിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ മോസ്റ്റ് ഓഫ് ദ കേസിലും നമുക്ക് തരുന്ന എനർജി ഇലക്ട്രോൺ വോൾട്ടിലേ തരുള്ളൂ. അപ്പോൾ ആ ഇലക്ട്രോൺ വോൾട്ടിനെ എന്താക്കി മാറ്റണം? ജൂളാക്കി മാറ്റണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എനർജി തന്നിട്ടുണ്ട്. എനർജി E = -13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് എന്തിലേക്ക് ആക്കണം? ജൂളിലേക്ക് ആക്കണം. അപ്പോൾ എങ്ങനെ വരും? -13.6 ജൂളിലേക്ക് ആക്കാൻ ഇത്ര ആലോചിച്ചാൽ മതി. ഇലക്ട്രോൺ വോൾട്ട് ജൂളാക്കാൻ Eക്ക് വരെ എന്തിട്ട് കൊടുത്താൽ മതി? 1.6 × 10⁻⁹ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നു 1.6 × 10⁻⁹. 1.6 × 10⁻⁹ ഇപ്പോൾ എന്തായി? അത് ജൂളായി മാറി. ഓക്കെ, അപ്പോൾ എനർജി നമ്മൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഈയുടെ ഇക്വേഷൻ എന്താണ്? E = -E²/8πε0r ആണ്. നമുക്ക് ആരെ എവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടത്? ആറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആറിന് വേണ്ടി ഇക്വേഷൻ ആണ്. അപ്പോൾ ആറിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ആറിനെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് ഡിവിഷൻ ആയതുകൊണ്ട് അത് എന്താവും? നേരെ മേളിൽ പോകും. ഈ താഴെയും വരും. അപ്പോൾ എന്ത് വരും? R = E²/8πε0 E എന്ന് വരും. I എന്താണ്? എനർജിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ. ഈയുടെ വാല്യൂ എത്രയാണ്? -1.6 × 10⁻⁹ ഒരു സ്ക്വയറാണ്. അപ്പോൾ അതൊന്നും എടുത്ത് എഴുതാം അല്ലേ? ഈയുടെ സ്ക്വയർ അല്ലേ? 1.6 × 10⁻⁹ 10⁻⁻⁹ അത് 1.6 × 10⁻⁹ 2 പ്രാവശ്യം എഴുതി. 8πε0 E എന്ന് പറയുമ്പോഴേക്ക് ഈയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ ഉണ്ടല്ലോ. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതാണ് കിട്ടുന്നത്. കണ്ടോ? മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും കിട്ടുന്ന വാല്യൂ ഇതാണ്. അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്തു കിട്ടിയത് ഇതാണ്. അവർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? ആ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. -2.2 × 10⁻⁻18 ജൂൾ. ഓക്കെ, മൈനസും പോയി. മേളത്തെ മൈനസും താഴത്തെ മൈനസും കൂടെ നമുക്ക് വെട്ടിക്കളയാം അല്ലേ? അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും നോക്കിയാൽ മതി. ഇക്വേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഒരു വാല്യൂ ഉണ്ട്, ശ്രദ്ധിച്ചോണം. അതായത് E² വാല്യൂ ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് വാല്യൂ ഇട്ട് കൊടുത്തില്ലല്ലോ. ഇതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാൻ വേണം. അതായത് ഈ 1/4πε0 എന്നൊരു സംഭവമില്ലേ? നമ്മൾ കൂടുതലും പഠിച്ചില്ലേ? നമ്മൾ ഫോഴ്സിൻ്റെ കേസിൽ പഠിച്ചു, പിന്നെ പൊട്ടൻഷ്യലിൻ്റെ കേസിൽ പഠിച്ചത് എല്ലാം ഈ 1/4πε0 സാധനം കോമൺ ആണ്. ഇതിനൊരു വാല്യൂ ഉണ്ട്. 9 × 10⁻⁹ ആണ് ആ വാല്യൂ. ഇതിൻ്റെ വാല്യൂ 9 × 10⁻⁹. ε0യുടെ വാല്യൂ മാത്രമാണെങ്കിൽ 8.85 × 10⁻11 ആണ്. ഓക്കെ, ഇതിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതൽ ഇതായിരിക്കും നമുക്ക് യൂസ്ഫുൾ ആയി വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5.3 × 10⁻11 മീറ്റർ എന്ന് കിട്ടും. എന്ത്? ഓർബിറ്റൽ റേഡിയസ്. ഓർബിറ്റൽ റേഡിയസ് എന്താണെന്നൊക്കെ നമുക്ക് അതിലേക്ക് വരാം. ബോർ മോഡലിലേക്ക് വരുമ്പോൾ നമ്മൾ വൃത്തിക്ക് പറയും. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സംഭവം. പിന്നെ എന്താ പറയുക? വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറയുന്നത്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും അല്ലേ? റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. കാരണം നമുക്ക് റേഡിയസിൻ്റെയും വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇവിടെ ആയിരുന്നു അത്. അതവിടെ ഉണ്ട്.
നമ്മൾ നോട്ടിലുണ്ട് ഇല്ലേ, റേഡിയസും വെലോസിറ്റിക്ക് ഇന്നലെ പ്രൂവ് ചെയ്തു, v² റൂട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്ത് ഉണ്ടാകേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ റേഡിയസിൻ്റെ വാല്യൂ കിട്ടി. റേഡിയസിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് അവിടുത്തെ വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റം നമ്മൾ എടുത്ത് വിചാരിക്കും. സപ്പോസ് ഞാൻ ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന് വിചാരിക്കുക. ഹൈഡ്രജൻ ആറ്റം ഒറ്റ ഇലക്ട്രോൺ മാത്രമേ കാണുള്ളൂ, രണ്ടാമത്തെ ഈ ഷെല്ല് കാണത്തില്ല. അപ്പോൾ റൂദർഫോർഡ് പറഞ്ഞത് വെച്ചിട്ട് ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. റൂദർഫോർഡ് പറഞ്ഞത് എങ്ങനെയായിരുന്നു, ഒരു ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺ സോളാർ സിസ്റ്റത്തിൽ എന്ത് കറങ്ങുന്ന പോലെ കറങ്ങുമെന്ന് പറഞ്ഞു, പ്ലാനറ്റ്സ് കറങ്ങുന്നതാണ് പറഞ്ഞതുപോലെ, അങ്ങനെയാണ് കറങ്ങുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ എടുക്കുമ്പോഴേക്കും ഓർബിറ്റൽ റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഓർബിറ്റൽ റേഡിയസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് കടന്ന് കറങ്ങുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചത്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ കാര്യമാണ് പറഞ്ഞത്. ഓർബിറ്റൽ റേഡിയസ് കണ്ടുപിടിച്ചത് എത്രയായിരുന്നു, 5.3 × 10⁻11 മീറ്റർ. അതായത് ആരൊക്കെ തമ്മിലുള്ള ദൂരമാണ്, ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ദൂരമാണ് ഈ പറയുന്ന 5.3 × 10⁻11 മീറ്റർ. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു, നമ്മൾക്ക് അവർ തന്ന എന്താണ്, ആ ഇലക്ട്രോൺ കടന്ന് കറങ്ങുന്ന എനർജി അവർ തന്നു. ഈ ഒരു എനർജി തന്നു ഉണ്ടോ, ആ എനർജിയിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, റേഡിയസ് കണ്ടുപിടിച്ചു. ആ റേഡിയസിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, റേഡിയസിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. ആ വെലോസിറ്റിയാണ് 2.2 × 10⁻6 മീറ്റർ/സെക്കൻഡ്. മനസ്സിലായോ? കുഴപ്പമില്ല. ഈ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയാൽ മതി. നമ്മൾ ബോർ മോഡൽ വൃത്തിക്ക് പഠിക്കും, കുഴപ്പമില്ല, പഠിക്കണ്ട.